മഹാനായ ഇമാം ബർബഹാരി റഹിമഹുല്ല രേഖപ്പെടുത്തിയ വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ്, യഅലം അന്നന്നാസ ലം യബ്തദിഉ ബിദ്അതൻ ഖത്തു ഹത്താ തറകൂ മിനസ് സുന്നതി മിസ്ലഹ ഫഹ്ദരിൽ മുഹ്ദസാത്ത് മിനൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വദ്ദലാലതു വഅഹ്ലുഹാ വദ്ദലാലാതു വഅഹ്ലുഹ ഫിന്നാർ. ഇസ്ലാമിലെ വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയമാണിത്. കഴിഞ്ഞ ആഴ്ചയിലെ വിഷയങ്ങളുടെ തുടർച്ചയാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇമാം ബർബഹാരി റഹിമഹുല്ല അഹ്ലുസുന്നയുടെ ഉലമാക്കളിലെ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹം മരുന്ന് കച്ചവടം നടത്തിയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഉപജീവന വഴി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മതവും മതത്തിന്റെ കാര്യങ്ങളും അതിൻ്റെ പഠനവും പാഠവും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഉപജീവന വഴി വേറെ തന്നെ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം പറയണേ, യഅലം അന്നന്നാസ, നീ അറിയണം, തീർച്ചയായും ജനങ്ങൾ ലം യബ്തദിഉ ബിദ്അതൻ, അവരൊരു പുതിയ സമ്പ്രദായവും ഉണ്ടാക്കുന്നില്ല. പുതിയൊരു സമ്പ്രദായം ഉണ്ടാക്കുമ്പോൾ ഹത്താ തറക്കൂ മിന സുന്നത്തി മിസ്ലഹ, സുന്നത്തിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാതെ ഒരു ബിദ്അത്തും യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല. ഫഹദരിൽ മുഹ്ദസാത്ത്, പുതുതായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫഹദരിൽ മുഹ്ദസാത്ത് മിനൽ ബിദ്അ, ഫഹദരിൽ മുഹ്ദസാത്ത് മിനൽ ഉമൂർ, കാര്യങ്ങളിൽ നിന്ന് പുതുതായി ഉണ്ടാകുന്ന വിഷയങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, കാരണം എല്ലാ പുതുനിർമ്മിതികളും പുത്തനാചാരങ്ങളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാചാരങ്ങളും അത് വഴികേടാണ്. വദ്ദലാലാത്ത് വഅഹ്ലുഹാ ഫിന്നാർ, പുത്തൻ നിർമ്മിതികളും വഴികേടുകളും അതിൻ്റെ ആളുകളും നരകത്തിലായിരിക്കും എന്നാണ്. അപ്പോൾ നല്ലതാണ് എന്ന നിലക്ക് നിരവധി കാര്യങ്ങൾ നിർവഹിക്കുകയും അവസാനം സ്വർഗം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഇസ്ലാമിൽ ഒരു കാര്യവും ചെയ്തുകൂടാ എന്നതിന് 4 തെളിവുകളാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത്. അതിന്റെ ബാക്കിയാണ് എന്ന് പറയുന്നത്. അതിലൊന്ന്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയുടെ അരികിൽ ചെന്ന് മഖാമു ഇബ്രാഹിമിൽ നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ നിസ്കരിച്ചോളൂ എന്ന് പറയല്ല ചെയ്തത്. നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും നിസ്കരിക്കാൻ നിന്നിട്ടില്ല. വഹയിൽ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾ മഖാമു ഇബ്രാഹിമിൽ നമസ്കരിച്ചോളൂ എന്ന വചനം ഇറങ്ങുന്നത് വരെ അവർ കാത്തു നിൽക്കുകയും അത് ഇറങ്ങിയതിന് ശേഷം പിന്നെ എന്നും അത് നിലനിർത്തി പോരുകയുമാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പ്രവാചക പത്നിമാർ ഹിജാബ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. തൻ്റെ മകൾ പ്രവാചക പത്നി ആയിരിക്കെ അവരോട് പോലും ഹിജാബ് സ്വീകരിക്കാൻ പറയുന്നതിന് പകരം പ്രവാചകന്റെ അടുത്ത് പോയി വിഷയങ്ങൾ പറയുകയും ആയത്തുൽ ഹിജാബ് ഇറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവര് ഹിജാബ് ധരിക്കുകയാണ് ചെയ്തത്. നല്ലതല്ലേ എന്ന് വിചാരിച്ച് അവർ അത്തരം ഒരു കാര്യത്തിലേക്ക് പോയിട്ടില്ല. മൂന്നാമത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 16-17 മാസം ആഗ്രഹം മനസ്സിൽ വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നതല്ലാതെ നല്ലതല്ലേ, പുണ്യല്ലേ, പിന്നെ ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കിയ ഭവനമല്ലേ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ചതല്ലേ എന്നൊക്കെ ചിന്തിച്ച് ആ നല്ലതല്ലേ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവര് വിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടില്ല. മറിച്ച് 16-17 മാസങ്ങൾക്കു ശേഷം, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട് 16-17 മാസങ്ങൾക്കു ശേഷം കാത്തിരിപ്പിനൊടുവിൽ വിശുദ്ധ ഖുർആനിലെ വചനമിറങ്ങിയപ്പോൾ, നിങ്ങൾക്ക് അങ്ങോട്ട് തിരിയാമെന്ന വചനമിറങ്ങിയപ്പോൾ അവർ അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചു. മാത്രവുമല്ല, സ്വഹാബത്ത് ചില ആളുകൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യമറിഞ്ഞത്. റുക്കൂഇലായിരിക്കെ അത്രയും നേരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞവർ പെട്ടെന്ന് കഅബയിലേക്ക് തിരിഞ്ഞു എന്ന കാര്യവും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറയണ്ടായി. അതോടൊപ്പം 4-ാമത്തെ പോയിന്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദിക്ർ ഹൽക്കന്റെ വിഷയമായിരുന്നു. ദിക്ർ ഹൽക്ക നടത്തുന്ന ആളുകളെ കണ്ടപ്പോൾ മഹാനായ അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നു.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവന്റെ അടുത്ത് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും വന്ന് ശക്തമായി മനുഷ്യരെ ശകാരിച്ചുവെന്നും നിങ്ങളാ ചെയ്തത് ശരിയായില്ല എന്ന് അവരെ വളരെ ശക്തമായി ബോധ്യപ്പെടുത്തിയെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടായിരുന്നോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടായിരുന്നോ എന്ന് ചോദിച്ച് ശകാരിച്ചുവെന്നും, അങ്ങനെ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വിശ്വാസികളോട് യുദ്ധം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഖവാരിജുകളുടെ കൂട്ടത്തിലാണ് പിന്നീട് ഞങ്ങൾ ആ ദിക്ർ ഹൽക്കക്കാരെ കണ്ടത് എന്ന് ഉദ്ധരിക്കപ്പെട്ടതും നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറയേണ്ടായി. ഞാൻ സാധാരണ ഇതിൽ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത് അത്ര വിശദമായി സൂചിപ്പിക്കാറില്ല. ഇന്ന് സൂചിപ്പിച്ചത് ഇതിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിഷയത്തിന്റെ പൂർണ്ണത ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഇമാം ഷാത്തബി റഹിമഹുല്ല പറഞ്ഞതുപോലെ ഇസ്ലാമി ബിദ്അത്തൻ, ഇസ്ലാമിൽ ഒരാൾ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുന്നു, യറാഹ ഹസനത്തൻ, അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നവൻ പറയാതെ പറയുകയാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. സാമ്പ്രദായികമായി കാലഘട്ടങ്ങളായി മദ്രസ പ്രായം മുതൽ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ പലതും നല്ലതാണ്, ദിക്റാണ്, ദുആയാണ്, അന്നദാനമാണ്, പുണ്യകർമ്മമാണ് എന്ന നിലക്ക് ഉണ്ടാക്കുന്നതാണ്. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഒരു നാട്ടുംപുറത്തെ അനുഭവം വെച്ചിട്ട് പറ്റുമോ? നാട്ടുംപുറത്തെ അനുഭവം വെച്ച് നമ്മളെ ബൈക്ക് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു, ആ ബൈക്ക് എടുത്ത് കണ്ട് വേറെ ആൾ വേറൊരു സ്ഥലത്തേക്ക് പാർക്ക് ചെയ്ത് നമ്മളെ കണ്ണുമൂറ് എങ്ങനെ കയറും? വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? ആദ്യഘട്ടത്തിൽ അതിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ റബ്ബറും തോട്ടം നടത്തി പോവുകയാണ്. അപ്പൊ നമ്മൾ പണിയെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആള് രാവിലെ പത്രം നോക്കി വന്നിട്ട് റബ്ബറിന്റെ വില മൊത്തത്തിൽ കുത്തനെ താകുകയാണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വെട്ടിയോടെ തെങ്ങ് നട്ടാൽ എങ്ങനെ ഉണ്ടാവും? പറ്റുമോ? അപ്പൊ നമ്മളെ കാര്യത്തിൽ നമുക്ക് പറ്റൂലെങ്കിൽ പടച്ചോന്റെ ദീനിലെ ഓരോ കാര്യം ഒന്നും പ്രവാചകൻ പോലും സ്വന്തം ഇച്ഛപ്രകാരം സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഓരോ കാര്യവും വഹ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് കൊണ്ടുവന്നു കൊടുത്തതാണ്. നിസ്കാരത്തിന്റെ രൂപം എങ്ങനെ കിട്ടിയത്? പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം നിസ്കരിച്ച് കാണിച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ നോക്കി പ്രവാചകൻ നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങളും നമസ്കരിക്കണം, ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങളും നമസ്കരിക്കണമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുപ്രകാരം അവർ ചെയ്തു വന്നു. ഇനി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് എന്താ? വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ഖതഅനാ മിൻഹുൽ വതീൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, പ്രവാചക തിരുമേനി തന്നിഷ്ടപ്രകാരം ദീനിൽ വല്ലതും സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഖണ്ഡനാടി നാം ഛേദിച്ച് കളയുമായിരുന്നു. എന്താ പറഞ്ഞത്? ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ ഇഷ്ടപ്രകാരം മതത്തിൽ വല്ലതും കെട്ടിത്തൂക്കി ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന്റെ ഖണ്ഡനാടി നാം ഛേദിച്ച് കളയുമായിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റിയതല്ല ഇസ്ലാം. നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസരിച്ചല്ല മതത്തിന്റെ നിയമങ്ങളും തത്വങ്ങളും വരേണ്ടത് എന്ന് നമുക്ക് ഇതിന് കിട്ടി. ഇതൊന്നുകൂടി വ്യക്തമായി പറയാണ് വിശുദ്ധ ഖുർആനിൽ ഒരു വചനം, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിനിക്കോ ഒരു വിശ്വാസിക്കോ പാടില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ ഒരു ഇഷ്ടം പിന്നീട് അതിൽ വർക്കൗട്ട് ആകാൻ പാടില്ല, അവരുടെ ഒരു താല്പര്യം പിന്നെ അതിൽ പ്രവർത്തിക്കാൻ പാടില്ല. അല്ലാഹു റസൂലും തീരുമാനിച്ചതാണോ തീരുമാനിച്ചിടത്ത് നിന്നോളണം. വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ആരാണോ ധിക്കരിക്കുന്നത് ഫഖദ് ളല്ല ളലാലൻ മുബീന, അവർ അതിശക്തമായ വഴികേടിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പ് നോൽക്കുന്നുണ്ടാകും, എല്ലാ തിങ്കളും വ്യാഴവും നമുക്ക് നോമ്പായിരിക്കും, നമ്മൾ കൃത്യമായി സ്വതക്ക കൊടുക്കുന്നുണ്ടാവും, എല്ലാ ദിവസവും സ്വതക്ക കൊടുക്കണ മനുഷ്യന്മാർ എനിക്കറിയാം, എല്ലാ ആഴ്ചയിലും സ്വതക്ക കൊടുക്കണവരറിയാം, എല്ലാ മാസത്തിലും ഒരു സംഖ്യ കൊടുക്കണവരറിയാം, എല്ലാ വർഷത്തിലും ചില പ്രത്യേക പദ്ധതികൾക്കും സ്ഥാപനങ്ങൾക്കും സ്വതക്ക കൊടുക്കുന്നവരുണ്ടാകും, അനാഥ കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ടാകും, ളുഹ നിസ്കരിക്കുന്നുണ്ടാകും,
ഒക്കെ ഉണ്ടാകും അല്ലെ. സുബൈന്റെ ശേഷം സൂര്യൻ ഉദിച്ച് ഒരു 10, 12, 15 മിനിറ്റ് വരെ പള്ളിയിൽ വെയിറ്റ് ചെയ്ത് ആ സമയം മുഴുവൻ ദിക്റ് ചൊല്ലി 2 റക്അത്ത് നിസ്കരിച്ചു പോണ ആൾക്ക് ഹജ്ജിന്റെയും ഉംറന്റെയും കൂലി ഉണ്ട് എന്നാണ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത്രയൊക്കെ ഉണ്ടോ. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞ് താമത്തൻ 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 3 വട്ടം ഉറപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും. പക്ഷേ അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, അയാൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ചത് പ്രകാരമാണോ, അപ്രകാരം തന്നെയാണോ നിർവഹിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് അവരുടെ അമല് പരലോകത്ത് ഉണ്ടാവില്ല. കാരണം എന്താ? അതിനെയാണ് ഇസ്ലാം ബിദ്അത്ത് എന്ന് പറയാ. ബിദ്അത്തിന്റെ അപകടങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായി തന്നെ പറയും. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോയിന്റ് തന്നെ മറ്റു ചില തെളിവുകൾ വെച്ച് ഒന്നുകൂടി സമർത്ഥിക്കുകയാണ് ഞാൻ. എന്താണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്? ഞാൻ ആവർത്തിച്ച കാര്യം പറയണേ. നല്ലതല്ലേ, പുണ്യകർമ്മമല്ലേ, സൽക്കർമ്മമല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ, തസ്ബീഹല്ലേ, ദിക്ർ ഹൽക്കയല്ലേ, അവിടെ സ്വലാത്തല്ലേ എന്ന് വിചാരിച്ച് ഇസ്ലാമിൽ പുത്തനാചാരം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. 4 തെളിവുകൾ പറഞ്ഞു. 5-ാമത്തേതിലേക്ക് പോവുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ. പിന്നെ ഇബ്നുൽ വല്ലാഹിന്റെ അൽ ബിദ്അ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. മഅമൂർ ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖറജ്ന ഹുജ്ജാജൻ മഅ ഉമർ ബിൻ അൽ ഖത്താബ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കൂടെ ഞങ്ങൾ ഹജ്ജിന് പോയി. ഫഅറള ലനാ ഫീ ബഅദി ത്വരീഖി മസ്ജിദ്. അപ്പൊ ഞങ്ങൾക്ക് വഴിയിൽ ഒരു പള്ളി കണ്ടു. ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രമാണ്, പല പല സ്ഥലത്ത് പള്ളികൾ ഉണ്ടാകും അല്ലേ. ഫബ്തദറഹു അന്നാസു യസല്ലൂന ഫീഹി. പെട്ടെന്ന് വേറെ പള്ളിക്കൊന്നും ചെന്നപ്പോ കാണിക്കാത്തൊരു പരിപാടി. ജനങ്ങൾ കുറെ ആൾക്കാർ പാഞ്ഞന് കയറിയിട്ട് അവിടെയാണ് നിസ്കരിച്ചു. ഫഖാല ഉമർ, ഉമർ ചോദിച്ചു, മാ ശഅനുഹും, എന്തേ പോൽക്ക് പറ്റി? വേറെ പള്ളിക്കൊന്നും ഇല്ലാത്തൊരു പരിപാടി ഈ പള്ളിക്ക് എന്ന് അദ്ദേഹം ചോദിച്ചു. ഫഖാല ഹാദാ മസ്ജിദുൻ സ്വല്ലാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് പ്രവാചകൻ നിസ്കരിച്ച പള്ളിയാണ്. ഫഖാല ഉമർ, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നമ ഹലക്ക മൻ കാന ഖബ്ലകും ബിഇത്തിബാഇഹിം മിസ്ല ഹാദാ. നിങ്ങളുടെ മുമ്പുള്ളവർ പലരും നശിച്ചു പോയത് ഇതുപോലത്തെ പരിപാടി കൊണ്ടാണ്. ഹത്താ ഹദസു ബിദ്അൻ, അവർ പല ജാതി പുത്തനാചാരങ്ങൾ ഉണ്ടാക്കി. ഫമൻ അറളതു ലഹു ഫീഹി സ്വലാത്തുൻ ഫൽയുസല്ലി, നിസ്കരിക്കേണ്ട സാഹചര്യം എത്തുമ്പോൾ നിങ്ങൾ നിസ്കരിച്ചോളി. വമല്ലം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാഹചര്യം എത്തിയിട്ടില്ലെങ്കിൽ ഫലയംദി, അവൻ നടന്നു പോട്ടെ. അഥവാ നിങ്ങൾ ഇവിടെ കയറിയിട്ട് നിസ്കരിക്കും ഹജ്ജിന് പോകുമ്പോൾ. അപ്പൊ നിങ്ങൾ നിസ്കരിച്ച എന്ത് ചെയ്യും? അടുത്ത തലമുറയും ഇവിടെ നിസ്കരിക്കൽ തുടങ്ങും. അങ്ങനെ ഒരു നിസ്കാരം അവിടെ ഉണ്ടാകും. ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെ നിസ്കാരം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിസ്കരിക്കാൻ അവിടെ എത്തുമ്പോൾ സമയമായിട്ട് നിങ്ങൾ കയറി നിസ്കരിച്ചോളി. പ്രവാചകൻ അവിടെ സമയമായി ആ സന്ദർഭത്തിൽ എത്തിയതുകൊണ്ടാണ് പ്രവാചകൻ നിസ്കരിച്ചത്. അല്ലാതെ അവിടെ ഇനി ഒരു സ്പെഷ്യൽ നിസ്കാരം തുടങ്ങണ്ടെന്നാണ്. നോക്കൂ, നിങ്ങൾ എത്ര വലിയ ശ്രദ്ധയാണ് കാണിക്കണത്, എത്ര വലിയ ശ്രദ്ധയാണ്. 2 റക്അത്ത് പള്ളി കയറി നിസ്കരിച്ച എന്താ ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രവാചകൻ ഈ വഴിക്ക് ഹജ്ജിന് പോയപ്പോ ഇവിടെ നിസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വരുമ്പോഴാണ് അതൊരു ബിദ്അത്ത് അല്ലെങ്കിൽ പോലും, ഇത് ബിദ്അത്തല്ല, ആ ആളുകൾ ചെയ്തത് ബിദ്അത്തല്ല. പക്ഷേ നിങ്ങൾ ഇത് ചെയ്യണത് കാണുമ്പോൾ ഇനി ബാക്കിയുള്ളവർ ഈ ജാതി പരിപാടി തുടങ്ങും, ഇതിനൊരു പ്രത്യേക ചര്യയാക്കി മാറ്റും, എന്നിട്ട് അതൊരു പുത്തനാചാരാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് വളരെ ബിദ്അത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ അദ്ദേഹം കാണിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഞാൻ 4-ാമത്തെ കാര്യം പറഞ്ഞു. ഒരു പള്ളി കണ്ടപ്പോ ആ പള്ളിയിൽ ഒരു പ്രത്യേക തരം ആവേശത്തോടു കൂടെ നിസ്കരിക്കണ കണ്ടപ്പോ ആ ആവേശത്തെ അദ്ദേഹം അവിടെ നിയന്ത്രിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ അത് പ്രവാചക തിരുമേനിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണോ, റസൂലുള്ളാഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണോ, സ്വഹാബത്ത് ചെയ്തതാണോ എന്ന് വളരെ കണിശമായി പരിശോധിക്കണമെന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ബൈഅത്തുർ റിദ്വാൻ, ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് പ്രവാചകനും സ്വഹാബത്തും എന്ത് ചെയ്തു? ബൈഅത്ത് എടുത്തു. ആ മരത്തെ സംബന്ധിച്ചാണ്, അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസിൽ നമുക്ക് കാണാം. ത്വാരിഖ് ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം പറയാണ്, ഖദ് ഇൻതലഖ്തു ഹാജ്ജൻ, ഞങ്ങള് ഹജ്ജിന് പോയി. ഫമറർതു ബിഖൗമിൻ യുസല്ലൂന, നിസ്കരിക്കണ ഒരു സംഘം ആളുകളെ കണ്ടു. ഒരു മരത്തിന്റെ അടുത്ത് നിസ്കരിക്കണ കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പൊ എന്താന്ന് വെച്ചു? ഖാലു ഹാദിഹി ശജറ ഹൈസു ബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്തുർ റിദ്വാൻ. പ്രവാചക തിരുമേനി ബൈഅത്തുർ റിദ്വാന് വേണ്ടിയിട്ട് നിന്ന സ്ഥലമാണിത്, ബൈഅത്ത് എടുത്ത സ്ഥലമാണിത്. അപ്പോ പ്രവാചകൻ ബൈഅത്ത് എടുത്ത മരമാണ് അല്ലെങ്കിൽ സ്ഥലമാണ്. അവിടെ ഞങ്ങള് പ്രത്യേകം നിസ്കരിച്ചു. അവിടെ പ്രത്യേകം നിസ്കരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? ഫഅതൈതു സഈദ് ബിൻ അൽ മുസയ്യിബ്, ഞാൻ സഈദ് ബിൻ മുസയ്യിബിന്റെ അടുത്ത് ചെന്നു. ഫഅഖ്ബർതുഹു,
ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ കുറച്ച് ആൾക്കാർ റിളവാൻ വൃക്ഷം നിന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് നിസ്കരിക്കണ കണ്ടു. അല്ലെ, റിളവാൻ ബൈഅത്തു റിളവാൻ നടന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിസ്കരിക്കണ കണ്ടു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫഖാല സഈദ്, അപ്പൊ സഈദ് ഇബ്നു മുസൈബ് പറഞ്ഞു. സഈദ് ഇബ്നു മുസൈബ് സ്വഹാബി അല്ല, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ സ്വഹാബിയാണ്. എന്താണ്? ഹദ്ദസനി അബി അന്നഹു കാന ഫീമൻ ബായഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഹ്ത ഷജറ. ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ബൈഅത്ത് എടുത്തവരുടെ കൂട്ടത്തിൽ എന്റെ ഉപ്പ ഉണ്ടായിരുന്നു. ഫലമ്മാ ഖറജനാ മിനൽ ആമിൽ മുഖ്ബിൽ, അടുത്ത വർഷവും ഞങ്ങൾ അതിൽ ഹജ്ജിന് പോയി. പ്രവാചകന്റെ കൂടെ ബൈഅത്ത് എടുത്തതിന്റെ ശേഷം പിന്നീട് ഞങ്ങൾ അതിൽ ഹജ്ജിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ യാത്ര നടത്തിയിട്ടുണ്ട്. നസീനാഹ ഫലം നഖ്ദിർ അലൈഹ, ഞങ്ങൾ അവിടെ ആ മരവും കണ്ടിട്ടില്ല, ഞങ്ങൾ അതിനെ പരിഗണിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റിയിട്ടുമില്ല. ഫഖാല സഈദ് ഇന്ന അസ്ഹാബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലം യഅലമൂഹ വമാ അലിംതുമൂഹ വഅൻതും ഫഅൻതും അഅലം. എന്താണ്? പ്രവാചകന്റെ സ്വഹാബത്തിന് തന്നെ അറിയില്ല ആ മരത്തെക്കുറിച്ചും ആ സ്ഥലത്തെക്കുറിച്ചും. പിന്നെ നിങ്ങളോട് ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി എങ്ങനെ തുടങ്ങാന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാണെന്ന് നിനക്കറിയില്ല. ഇതിന്ന് മനസ്സിലാകേണ്ട പോയിന്റ് മനസ്സിലായ ഒരാൾക്ക് നല്ല നട്ടല്ലോടുകൂടെ നാട്ടു നടപ്പുകൾക്കും മധ്യത്തിൽ എണീറ്റ് നിൽക്കാൻ പറ്റും. എന്താണ്? നമ്മളെ നാട്ടിലോ പെട്ടെന്ന് ഓരോ സാധനം പൊന്തലാണ്, ആ പൊന്തിനോടത്താണ് പരിപാടിയൊക്കെ തുടങ്ങല്. ഇതെന്താ സംഭവം? ഇത് റിളവാൻ ബൈഅത്തു റിളവാന് വേണ്ടി എന്താ പറയാ, ബൈഅത്ത് എടുക്കാൻ വേണ്ടി പ്രവാചകൻ എന്നൊരു ഇടമാണ്. ആ ഇടത്തിന് മഹത്വമുണ്ടെങ്കിൽ പ്രവാചകൻ പറയും ഇതിന് മഹത്വമുണ്ട്, ഇതിന് സ്ഥാനമുണ്ട്, ഇതിന് പുണ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളൊക്കെ അവിടെ പോയി നിൽക്കും. ലോകത്തെ ജനകോടികൾ പോയി നിൽക്കും. എന്താണ് ആ മരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കാതിരിക്കാനുള്ള കാരണം? എന്താണ് ആ മരം സംരക്ഷിക്കപ്പെടാതിരിക്കാനുള്ള കാരണം? അങ്ങനെ അതിനൊരു മഹത്വമില്ല. ബൈഅത്തിന്റെ സ്ഥലത്തിയത് അവിടെയാണ്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്തു? തണലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ബൈഅത്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രവാചകൻ നിന്ന സ്ഥലല്ലേ? പ്രവാചകൻ നിന്ന സ്ഥലത്തിന് പോലും ഫള് കൊടുത്തിട്ടുണ്ടെങ്കിലേ സ്വഹാബത്ത് കൊടുത്തിട്ടുള്ളൂ. അവര് ഞങ്ങൾ പിന്നെ ആ മരം അവിടെ കണ്ടില്ല, ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു ശരി ഞങ്ങൾ നടത്തിയിട്ടില്ല. അപ്പൊ സഈദ് ഇബ്നു മുസൈബ് പറഞ്ഞു കൊടുക്കുകയാണ്, താബിഈൻ പറഞ്ഞു കൊടുക്കുക, നിങ്ങളെക്കാളും ഇൽമും നിങ്ങളെക്കാളും അറിവും വിജ്ഞാനവും തഖ്വയൊക്കെ ഉള്ളവർ ആ പണി ചെയ്തിട്ടില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. നമ്മളെ നാട്ടില് ഒരേ വ്യക്തിക്ക് 3 ഖബറൊക്കെ ഉണ്ട്. ഒരേ വ്യക്തിക്ക് 3 ഖബറുണ്ട്. മൂന്ന് സ്ഥലത്താണ് ഖബർ, അല്ലേ? വിരല് മാത്രം മറവ് ചെയ്തിട്ട് ആ വിരലിനെ മഹത്വപ്പെടുത്തുന്ന സ്ഥലങ്ങളുണ്ട്. സഹോദരന്മാരെ, ഇത് അസ്ലാണ്. ഇത് അസ്ലാണ്. ഇതിൽ പഴച്ച ആൾക്ക് സ്വർഗല്ല. അതവിടുത്തെ വിഷയം. ഈ വിഷയം ആവർത്തിച്ച് പറയാനുള്ള കാര്യം എന്താ? ഇതിൽ പഴച്ച ആൾക്ക് സ്വർഗല്ല. ബിദ്അത്തും ശിർക്കും ചെയ്യുന്ന വ്യക്തിക്ക് സ്വർഗല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെ ഗൗരവത്തിൽ പരിഗണിക്കണം. ഇനി ആറാമത്തെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമ്മളെ നാട്ടിൽ ഇനി ഉദാഹരണം എടുത്ത് പറയാം. നമ്മളെ നാട്ടില് സാധാരണ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യും. എന്താ? ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യും. ചില ജാറത്തിങ്ങളൊക്കെ ചെല്ലുമുണ്ടാകും. നമ്മൾ പിന്നെ 10,000 സ്വലാത്ത് ചെല്ലാൻ എന്താ ചെയ്യാ? നമ്മളൊരു നിശ്ചിത പൈസ കൊടുത്താൽ ഓരോ സാധനം തരും. ഓരോ ഊതി ഒരു കെട്ട് തരും. അത് നമ്മൾ വാങ്ങിയ പൈസ ട്രാൻസ്ഫർ ചെയ്താൽ നമ്മളെ സ്വലാത്തായി, 10,000 സ്വലാത്തായി. അല്ലേ? എന്തെല്ലാം ഉടായ്പകളാണ് സുഹൃത്തുക്കളെ ഈ സമുദായത്തിന്റെ ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ ഇതിനിങ്ങനെ മൂകസാക്ഷികളായി തല അട്ടിക്കൊടുക്ക വേണ്ടേ? തന്നെ അതൊക്കെയാണ് നടന്നോട്ടെ എന്ന് വിചാരിക്കുക വേണ്ടേ? ഇമാം ഷാഫിഈ റഹിമഹുല്ല, അല്ലെ, ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ മദ്ഹബിലും ഇത്തരം ആൾക്കാരില്ല. ഒരു മസ്അലിലും ഇല്ല. അപ്പൊ നിങ്ങളേക്കും സുബഹിന്റെ ഖുനൂത്തിലില്ല? ഇല്ല. കാരണം എന്താ അറിയോ? ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ മദ്ഹബ് എന്താ അറിയോ? ഇദാ സഹ്ഹൽ ഹദീസ് ഫഹു മദ്ഹബി, ഹദീസ് സ്വഹീഹായാൽ അതാണ് എന്റെ മദ്ഹബ് എന്നാണ്. താബിഈങ്ങൾ എന്താ പറഞ്ഞേ? സുബഹിന്റെ ഖുനൂത്തിനെ കുറിച്ച് എന്താ പറഞ്ഞേ? പറയണേ, ഞാന് 4 ഖലീഫമാരെ കൂടി നിസ്കരിച്ചു. കൂഫയില് അലി ബിൻ അബി താലിബിന്റെ കൂടെ ദീർഘകാലം നിസ്കരിച്ചു. ഓരാരും സുബഹിന് ഖുനൂത്ത് ഓതിയിട്ടില്ല. അത് ഐബുനയ്യ മുഹദസുൻ, അത് ബിദ്അത്താണ് എന്ന് തന്നെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇമാം ഷാഫിഈ റഹിമഹുല്ലക്ക് മസ്അല കിട്ടണോടത്ത് അദ്ദേഹത്തിന് വന്ന കൂട്ടിക്കിഴിക്കലുകളിൽ വന്ന പ്രശ്നങ്ങൾ അത് അദ്ദേഹത്തിന്റെ മേൽ വെച്ചുവിട്ടാൻ പറ്റൂല. മരിക്കണിന് മുമ്പ് ശൈഖ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസ് സ്ഥിരപ്പെട്ട് നിങ്ങളെടുത്ത് വന്നാൽ പിന്നെ എന്റെ അഭിപ്രായം എടുക്കരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതുകയാണ് ഒരാള്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ തക്തുബുഅന്നി, എല്ലാം കൂടി എഴുതിയേക്കല്ലേ, ഞാൻ പറയണൊക്കെ കൂടി എഴുതിയേക്കല്ലേ. ഇന്ന് ഞാനൊരു അഭിപ്രായം പറയും, ഞാൻ നാളെ വേറൊന്ന് പറയും, തെളിവിട്ടുമേ മാറ്റി പറയാം, നിങ്ങൾ കേൾക്കൂല. എന്നിട്ട് പിന്നെ ഇതാണ് ആൾക്കാർ എടുക്കുക, ഞാൻ പറയണൊക്കെ കൂടെ എഴുതിയേക്കല്ലേ.
മാത്രമല്ല അദ്ദേഹം തീർന്നില്ല. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ എവിടെ നിന്നാണ് തെളിവെടുത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ നിങ്ങൾ എൻ്റെ ഒരു വാക്കും കോട്ട് ചെയ്യരുത്. ഇമാം അഹമ്മദ് പറഞ്ഞിട്ടോ ആരും ഒന്നും ചെയ്യണ്ട. ഇമാം അഹമ്മദ് അത് പറഞ്ഞത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയാത്ത ഒരാളും എൻ്റെ അടുത്ത് നിന്ന് ഒന്നും എൽമെടുക്കരുത്. അല്ലേ? ഇത്ര കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇമാം ഷാഫി റഹിമഹുല്ല ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നതിനെ കുറിച്ച് പറയാണ്. ഒമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഇബ്നു കസീറാണ് ഉദ്ധരിക്കുന്നത്, ഇബ്നു കസീറാണ് പറയുന്നത്, ഇമാം ഷാഫിയാണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. ഒമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ വിശുദ്ധ വചനത്തിൽ നിന്നാണ് ഇസ്തംബത്ത ഷാഫിഇയ്യു, ഇമാം ഷാഫിഈ റഹിമഹുല്ല ഗവേഷണം ചെയ്ത് കണ്ടെത്തിയത്. ഏതിൽ നിന്ന്? ഏതായത്തിൽ നിന്ന്? വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവന്റെ പരിശ്രമങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യന് അവന്റെ പരിശ്രമങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാ തസ്റു വാസിറത്തൻ വിസ്റ ഉഖറ, ഒരാളുടെയും പാപം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല എന്ന വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷാഫി പറയാണ്, ആരൊക്കെയാണ് ഇതിൽ നിന്ന് അങ്ങനെ കണ്ടെത്തിയത്? ഒന്ന് ഇസ്തംബത്ത ഷാഫിഇയ്യു, ഇമാം ഷാഫി റഹിമഹുല്ല അങ്ങനെ പറഞ്ഞു. വമൻ ഇത്തബഅഹു, അദ്ദേഹത്തെ പിന്തുടരുന്നവരും പുലർത്തുന്ന സ്റ്റാൻഡ് അതാണ്. ഇമാം ഷാഫിയുടെ മദ്ഹബിലുള്ളവരുടെയും സ്റ്റാൻഡ് അതാണ്. എന്താണ്? അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗതാ, മരിച്ചവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്യുന്ന ഖുർആൻ പാരായണമോ ദിക്റോ സലാത്തോ ഒന്നും എന്ത് ചെയ്യൂല, അവരിലേക്ക് എത്തുകയില്ല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം അത് അവരുടെ അമലോ അവരുടെ അധ്വാനമോ അല്ല, അവരുടെ പരിശ്രമമോ അവരുടെ അമലോ അല്ല. ഓരോരുത്തർക്കും അവരുടെ അമലുണ്ട് എന്നാണ് ഖുർആനിലുള്ളത്. ഓരോരുത്തർക്കും അവരുടെ അമലുണ്ട്. അപ്പൊ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സ്വതക്ക അതൊക്കെ എത്തും. എന്താ കാരണം? അത് അള്ളാഹുവിന്റെ റസൂൽ വേറെ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. മക്കള് വാപ്പാക്ക് വേണ്ടി നിസ്കരിക്കാൻ പറ്റുമോ? വാപ്പ നിസ്കരിക്കാത്ത ഒരാളായിരുന്നു, ഇല്ല പറ്റൂല. എന്താ? അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. മക്കള് വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു അദ്ദേഹം. ഞാൻ പകരം ഹജ്ജ് ചെയ്യട്ടെ എന്റെ വാപ്പാക്ക് എന്ന് വെച്ചപ്പോ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് റസൂലുള്ള പറഞ്ഞോ അവിടെ നിൽക്കുക. അതിന് പിന്നെ ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റൂല. കാരണം അമലുകളൊന്നും ഗവേഷണം ചെയ്ത് കണ്ടെത്തേണ്ടതല്ല. അമലുകളൊക്കെ ഫിക്സ്ഡ് ആണ്. സുബഹിന്റെ റക്അത്ത് 2, ളുഹറിന്റെ റക്അത്ത് 4, റുക്കുവിന്റെ രൂപം എങ്ങനെ, അത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ് വന്നതാണ്. അവിടെ പിന്നെ ഗവേഷണത്തിന് വകുപ്പില്ല. അപ്പോ ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗതാ, മരിച്ചവർക്ക് ഹദിയ ചെയ്താൽ അത് എത്തുകയില്ല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം അത് അവരുടെ അമലോ കസ്ബോ അല്ല. ഇനി വലിഹാദ, ഈ കാരണം കൊണ്ട് തന്നെ ലൻ യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വല ഹസ്സഹും അലൈഹി, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നമുക്ക് പിന്നെ പുണ്യമാക്കി തന്നിട്ടില്ല. അത് പ്രവാചകൻ നമുക്ക് സുന്നത്താക്കി തന്നിട്ടില്ല. നമ്മൾ അതിന് പ്രേരിപ്പിച്ചിട്ടുമില്ല. അഥവാ വാപ്പ മരിച്ച ഞങ്ങള് കത്തപ്പുര കെട്ടി ഓതണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഞാനിവിടെ കത്തപ്പുര കെട്ടണ മസാല പറയാൻ വേണ്ടി അല്ലത് കൊണ്ടുവന്നത്. മറിച്ച് ഇത് എല്ലാറ്റിനും ബാധകമാണ്. നല്ലതല്ലേ, പുണ്യകർമ്മമല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അങ്ങനെ ഖണ്ഡിക്കൂല. അദ്ദേഹം മസാല കൊണ്ടുവരൂല. ഇബ്നു കസീർ ഇത് പറയൂല. അപ്പൊ ഇങ്ങനെ പറയണവരൊക്കെ നല്ലതല്ലേ, പുണ്യകർമ്മമല്ലേ എന്ന നിലക്ക് ഒരു കാര്യവും ഉണ്ടാക്കരുത് എന്ന് പറയണവരൊക്കെ ഇസ്ലാമിന്റെ വിരോധികളാണെങ്കിൽ ആ ലിസ്റ്റിലേക്ക് ഈ അയിമത്തൊക്കെ കയറേണ്ടി വരും. ഇവരൊക്കെ നമ്മൾ കൂട്ടി എണ്ണേണ്ടി വരും. ഇനി തീർന്നില്ല, അതുകൊണ്ട് തീർന്നില്ല. വലം യൻഖുൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബ, ഒരു സ്വഹാബിയിൽ നിന്ന് പോലും ഇങ്ങനെ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന പരിപാടി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനിയോ അതുകൊണ്ടും തീരുന്നില്ല. വലൗകാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അത് ഖൈറായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നമ്മുടെ മുൻപേ അത് ചെയ്യുമായിരുന്നു. ഇനി തീർന്നില്ല. വല അർഷദഹും ഇലൈഹി, പ്രവാചക തിരുമേനി ഇതിലേക്ക് വഴി കാണിച്ചിട്ടില്ല. ബിനസ്സുൻ വല ഈമാ, നസ്സുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. വല ഈമാ, ആംഗ്യം കൊണ്ട് ചെയ്തോളി എന്നിങ്ങനെ ഒരാംഗ്യം കൊണ്ടെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ കിതാബ് കിടക്കുന്ന സാധനമാണ്. ഇതൊക്കെ കിതാബ് കിടക്കുന്ന സാധനമാണ്. ഇത് മുഴുവൻ അവിടെ വെച്ചിട്ട് ഇതിൽ സ്റ്റാൻഡ് സ്വീകരിക്കാതെ നമ്മളെ കുടുംബം, കുട്ടികളും, മക്കളും ബാക്കിയുള്ളൊക്കെ നല്ലൽക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാലേ പഠിച്ചോൻ വിടൂല. ഇതിലൊക്കെ കലങ്ങിയ 4 ദിവസം കലങ്ങും, 5-ാം ദിവസം ശരിയാവും. അതതിന്റെ വിഷയം. മനസ്സിലായില്ലേ?
ഇതിലൊക്കെ ആരെങ്കിലും പിണങ്ങിയ നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കണില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മളെ വീട്ടിൽ കല്യാണം നടന്നിട്ടില്ലേ? നമ്മൾ പെണ്ണെട്ടിയിട്ടില്ലേ? എന്നിട്ട് ഇവിടെ ഒക്കെ നടന്നിട്ടില്ലേ? അപ്പം ആളുകൾ മെരട്ടിന് നിന്ന് കൊടുക്കരുത്. മെരട്ടിന് നിന്ന് കൊടുക്കരുത്. വളരെ കൃത്യമായി ഇത്തരം വിഷയങ്ങൾ പഠിച്ചു വേണം പോകാൻ. ഇനി ഇതിന്റെ ഒരു അസിൽ പഠിച്ച ചോളിങ്ങൾ ഒന്ന് ആ സീറ്റുകളൊന്നും അങ്ങോട്ട് ക്രമീകരിച്ചിരിക്കണം. നമുക്ക് മുന്നിലുള്ള സീറ്റ് ഒഴിച്ചിടാൻ പാടില്ല എന്നുള്ള നമ്മൾ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. ഇന്നിപ്പോ മഴ പെയ്തുകൊണ്ട് ഇന്ന് വന്ന ആളുകൾക്ക് പൊതുവെ ഇപ്പൊ ഈ വൈകി വരുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയലുണ്ട്. എപ്പോഴാ പറയല്? വൈകി വരുന്ന ആളെ കുറിച്ച് എല്ലാ 3 മാസം കൂടുമ്പോ ഒന്ന് പറയും അല്ലെ? അപ്പം കുറെ ആളതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഭയങ്കരമായി വ്യത്യാസപ്പെടുത്തിയ ആളുകൾ എനിക്കറിയാം. എത്താൻ വേണ്ടി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ അറിയാം കേട്ടോ. പക്ഷെ ഇന്ന് ആ പ്രശ്നമില്ല. കാരണം ഈ ഇമാമ് മിമ്പറിൽ കയറിയാല് മലക്കുകൾ അവരുടെ ഏട് ഈ പള്ളിയിൽ 2 മലക്കുകൾ ഉണ്ടാവുന്നതാണ് ഇവിടെ വന്ന ആൾക്കാരെ രേഖപ്പെടുത്തണേ. ഇമാമ് മിമ്പർ കയറിയ മലക്കുകൾ ഏട് മടക്കി വെക്കുന്നതാണ്. പിന്നെ വരുന്ന നിലയിൽ പെടൂല എന്നാണ്. എന്നാൽ ഇന്ന് അഫു ഉണ്ട്. കാരണം മഴ അള്ളാഹുന്റെ റസൂൽ അഫു കൊടുത്ത കാര്യമാണ്. മഴ അള്ളാഹുന്റെ റസൂൽ അഫു കൊടുത്ത കാര്യമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം സൗദി അറേബ്യയിലൊക്കെ മഴ നന്നായി ശക്തിപ്പെട്ടാല് ഒരു ലഹുർ അസറും കൂടി ജമ്മാക്കിയിട്ടാണ് പോകും. സൗദിയിലൊക്കെ പോയ ആൾക്കാർക്കൊക്കെ അറിയാം. ജമ്മാക്കിയിട്ട് പോകും. അത് ആ നാട്ടിലെ മഴ അങ്ങനത്തെ മഴയാണ്. അതുകൊണ്ടാണ് അല്ലെ? ആ നാട്ടിലെ മഴ ഡ്രൈനേജുകളോ ഒന്നും ഉണ്ടാവില്ല, വെള്ളം കെട്ടും, അവർക്ക് അങ്ങനെ തന്നെ ആകാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഗ്യാപ്പുകളൊക്കെ നമ്മൾ തീർത്തിരിക്കുക. അതാണ് അതിന്റെ ശരിയായ രൂപം. ഒന്ന് കയറി ഇരുന്ന് ക്രമീകരിക്കുക കേട്ടോ. അപ്പോഴതിന്റെ പൂർണ്ണമായ കൂലി നമുക്ക് കിട്ടുള്ളൂ. സദസ്സ് പങ്കിടാൻ വേണ്ടിയല്ല, സദസ്സിന്റെ കൂലി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ഞാനിതിലൊരു അസില് പറയാം. നമുക്ക് ഈ വിഷയത്തിന്റെ മർമ്മം കിട്ടുന്ന ഒരു അസിലാണ്. എന്താണ്? വബാബുൽ ഖുർബാത്ത് യുഖ്തസറു ഫീഹി അലൻ നുസൂസ്. അള്ളാഹുവിന്റെ അടുത്തേക്ക് നന്മകൾ, അള്ളാഹുവിന്റെ അടുത്തേക്ക് നമ്മൾ അടുപ്പിക്കേണ്ട നന്മകൾ ഉണ്ടല്ലോ, അത് തെളിവുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തിലൊക്കെ തെളിവുണ്ടോ അതേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരിക്കലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ കൊണ്ട് അവിടെ അങ്ങനെ ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞാൽ അവിടെ അമൽ ഉണ്ടാക്കാൻ പറ്റുകയില്ല. എന്നാൽ ദുആവും സദഖയൊക്കെ അവർക്ക് എത്തും എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ദുആ ചെയ്ത മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ എത്തും. അത് ഖബറിങ്ങ പോയി തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമല്ല. നമ്മളല്ലാതെ ചെയ്താലും എത്തും. ഖബറിങ്ങ പോയി അത് ചെയ്യൽ പുണ്യാണ്. ആർക്ക്? ഞമ്മക്ക്. അതിന്റെ നേട്ടം ഞമ്മക്കാണ്. നമുക്ക് ഖബറിങ്ങ പോയിന്റെ ഒരു കൂലി കിട്ടും. നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചാലും ഖബറിങ്ങന്ന് പ്രാർത്ഥിച്ചാലൊക്കെ ഉമ്മാക്കും ഉപ്പാക്കും കിട്ടാനുള്ളതൊക്കെ കിട്ടും. വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത ഒന്നുമില്ല അവിടെ പോണീന്. വെള്ളിയാഴ്ചക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് അവിടെ പോയാൽ അത് മതപരമായി അതിൽ ഞാനിപ്പോ വെച്ച തെളിവ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്. വെള്ളിയാഴ്ചയാണ് എന്ന് പോകണം അങ്ങനല്ല, ഏത് ദിവസം നമുക്ക് പോകാം. അവിടെ ഖബറിങ്ങ പോയി ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഇസ്ലാം സുന്നത്താക്കിയ കാര്യം. ആദ്യം നിരോധിച്ചിരുന്നു. ആദ്യം അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് കുൻതു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനം ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചിരുന്നു. ഫസൂറു, ഹജ്ജ് പോയിക്കോളി. എന്താ കാരണം? പണ്ഡിതന്മാരെ കാരണം പറഞ്ഞു. ഈ മനുഷ്യന്മാര് ഈ മരിച്ചവരോട് പ്രാർത്ഥിക്കണവരും ബിംബങ്ങളോട് പ്രാർത്ഥിക്കണവരൊക്കെ ആയിരുന്നു പണ്ട്. അപ്പോ ഇങ്ങനെ പോയി അവരുടെ ആ പഴയ ജാഹിലിയത്തൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് ഖബറിങ്ങ പോയി എന്തെങ്കിലും കാട്ടിക്കൂട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യഘട്ടത്തിൽ അവരുടെ നിലപാടും കാഴ്ചപ്പാടും ഉറക്കുന്നത് വരെ അവരോട് ആദ്യം പോകണ്ട എന്ന് പറഞ്ഞത് നടക്കം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം വിഷയങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തിലെടുത്ത് പഠിക്കണം എന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ.